മാധ്യമങ്ങളെ കാണാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് 3:30 വാർത്താ സമ്മേളനം നടത്തും എന്നുള്ളതാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, എന്തൊക്കെ കാര്യങ്ങളിലാകും മുഖ്യമന്ത്രി മറുപടി പറയുക? പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ഇ.ഡി. റെയ്ഡിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുമോ? പ്രവിത, കഴിഞ്ഞ തിങ്കളാഴ്ച അതായത് ക്യാബിനറ്റ് യോഗം നടന്ന ദിവസമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവസാനമായി മാധ്യമങ്ങളെ കണ്ടത്. അതിനുശേഷമാണ് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്ടിൽ ഇ.ഡി. റെയ്ഡ് നടക്കുകയും മാത്രവുമല്ല അതിനെ രാഷ്ട്രീയമായി CPM-ഉം അതേപോലെ തന്നെ CPM നേതാക്കളും അത് വി.ഡി. സതീശന് ഡൽഹി യാത്രയുമായി കണക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തത്. പിന്നീട് അക്രമ സംഭവങ്ങളടക്കം റെയ്ഡ് ഇ.ഡി. ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഡൽഹിയിലായിരുന്ന മുഖ്യമന്ത്രിയോട് ഈ റെയ്ഡ് നടക്കുന്ന ഘട്ടം മുതൽ മാധ്യമപ്രവർത്തകർ ഏതാണ്ട് 10-ലധികം തവണ ഇക്കാര്യത്തിൽ സംസ്ഥാനത്ത് നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവത്തിൽ പ്രതികരണം തേടിയിരുന്നു. എന്നാൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ ഇന്ന് തിരുവനന്തപുരത്തെത്തിയ മുഖ്യമന്ത്രി വി.ഡി. സതീശനോട് മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ പ്രതികരണം ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു പ്രത്യേക ആക്ഷനൊക്കെ കാണിച്ച് മടങ്ങിയതല്ലാതെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ആ വിഷയത്തിൽ ഒരു വാക്ക് പോലും മിണ്ടാൻ തയ്യാറായില്ല. ആ മുഖ്യമന്ത്രി ഇന്നിപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. വൈകിട്ട് 3:30 നോർത്ത് മീഡിയ റൂമിൽ വാർത്താ സമ്മേളനം, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം എന്നുള്ള ഔദ്യോഗിക അറിയിപ്പ് PR ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. ഏതായാലും ആ വാർത്താ സമ്മേളനത്തിൽ ഇ.ഡി. റെയ്ഡ്, അതേപോലെ സംസ്ഥാനത്ത് നടന്ന ഇ.ഡി. ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അക്രമ സംഭവം, അതിൽ CPM ഉയർത്തുന്ന രാഷ്ട്രീയമായിട്ടുള്ള ആയുധത്തിനുള്ള മറുപടി, അതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മറുപടിയായി നൽകുമോ, പറയുമോ എന്നുള്ളതിലാണ് ആകാംക്ഷ. പ്രവിധ, ശരി, അതാണ് അപ്പോൾ ഇന്ന് 3:30 മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 കാണാം. വാർത്താ സമ്മേളനം നടക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.